രേവതിയും സച്ചിയും ആദിമോനെ സ്വന്തം മകനായി ഏറ്റെടുത്ത് വളർത്താൻ വേണ്ടി അവനെ ദത്തെടുക്കാൻ വേണ്ടി ആദിയുടെയും മുത്തശ്ശിയുടെയും വീട്ടിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, നമ്മള് ആദിമോനെ ദത്തെടുക്കുന്ന കാര്യത്തിൽ അമ്മ ഇനിയും സമ്മതിച്ചിട്ടില്ല. ഇനി അവനെ ആ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടാവാനാ രേവതി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവനെ നമുക്ക് നല്ല നിലയിൽ തന്നെ വളർത്തണം. അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ അവനെ ദത്തെടുക്കാൻ. പിന്നെ എന്താണ് പ്രശ്നം? നമുക്ക് അവനെ നന്നായി പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ ആക്കി കൊടുക്കണം. ആ മുത്തശ്ശിക്ക് അല്ലാതെ എന്താണ് അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുക? അവനുള്ളൊരു അമ്മയുടെ കോലം കണ്ടില്ലേ? അവനെ ശ്രദ്ധിക്കുന്നുമില്ല, അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നുമില്ല. നമുക്ക് അവനെ നമ്മുടെ സ്വന്തം മകനായി കാണണം. എന്നിട്ട് അവനെ നന്നായി സ്നേഹിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അത് തന്നെയാണ് സച്ചേട്ടാ ഞാനും ചിന്തിക്കുന്നത്. ആ കുഞ്ഞ് അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് പാവം തോന്നും. അമ്മയുണ്ടായിട്ടും അവൻ അമ്മയില്ലാത്ത അവസ്ഥയാണ്. ആ മുത്തശ്ശി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ ഇപ്പോഴും കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകുന്നത്. നമുക്ക് അവനെ നന്നായി നോക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ഇരുന്നോണ്ട് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അവന് നമ്മൾ ദത്തെടുക്കുന്നത് നമ്മളുടെ മൂത്ത മകനായിട്ട് അവനെ വളർത്താം എന്ന് വെച്ച് നമ്മളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ അധികം വൈകിപ്പിക്കണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ടാമതൊരു കുഞ്ഞും വേണം എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി. രേവതി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. സച്ചിട്ട് നേരെ നോക്കി വണ്ടി ഓടിച്ചേ എന്ന് പറയാണ്. ശേഷം മുത്തശ്ശിയുടെയും ആദിമോന്റെയും വീട്ടിലോട്ട് എത്തുന്നുണ്ട് സച്ചിയും രേവതിയും. കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് അത് രേവതിയും സച്ചിയുമാണ് എന്നുള്ള കാര്യം. മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയുക? എന്നോട് കല്യാണി പറഞ്ഞതാണല്ലോ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തയക്കരുതെന്ന്. അത് അവളുടെ ജീവിതത്തെ കൂടി ബാധിക്കുമെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ അവരോട് ഞാൻ പറയുക എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. ആദിമോനാണെങ്കിൽ രേവതിയുടെയും സച്ചിയുടെയും വരവ് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവുകയാണ്. ആദിമോൻ ഓടിച്ചെന്ന് രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ആ രേവതി ചേച്ചി വന്നോ, രേവതി ചേച്ചിയെ കാത്തിരിക്കായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, ഞാനിപ്പോൾ വന്നത് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അതെന്താ ഹാപ്പി ന്യൂസ് എന്ന് ചോദിക്കുന്നുണ്ട് ആദിമോൻ. അതെ, ഇനി മോൻ ഞങ്ങളുടെ കൂടെയാണ് കഴിയാൻ പോകുന്നത് എന്ന് പറയാണ്. നിങ്ങളുടെ കൂടെയോ? അപ്പം മുത്തശ്ശി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിയെ നമുക്ക് കൂടെ കൊണ്ടുപോകാലോ എന്ന് പറയുന്നുണ്ട് രേവതി. ശേഷം അകത്തോട്ട് കയറി പോകുന്നുണ്ട്. മുത്തശ്ശിയെ കാണുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, അസുഖം കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല രേവതി, എന്താ നിങ്ങളിപ്പോൾ പെട്ടെന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആദിമോനെ ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്താം എന്നാണ് വിചാരിക്കുന്നത്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അവനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളാം, അവന് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തോളാം. അവൻ്റെ അമ്മ ഇപ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലല്ലോ. അവനിപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അവൻ എന്തെല്ലാം കാര്യങ്ങൾ ഇനി കിടക്കുന്നു. നന്നായി പഠിപ്പിക്കണം, നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ, അവൻ്റെ ഭാവി നല്ലതാക്കണ്ടേ നമുക്ക്. അതുകൊണ്ട് അവനെ ഞങ്ങൾ പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ അത് ശരിയാവില്ല. അവൻ്റെ അമ്മ എനിക്ക് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെ അങ്ങനെ ആർക്കും വളർത്താനൊന്നും കൊടുക്കണ്ട എന്നാണ് അവൾ പറഞ്ഞത്. അവളെ ആദിയെ നോക്കാനുള്ള കാശും എല്ലാം അവൻ്റെ അമ്മ തന്നെ അയച്ചു തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാൾക്കും ദത്തെടുക്കാനൊന്നും അവളെ കുഞ്ഞിനെ കൊടുക്കില്ല എന്നും പറഞ്ഞു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞത്? അവർ ആ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ലല്ലോ. ഒരമ്മയുടെ സ്നേഹവും കരുതലും എല്ലാം വേണ്ട പ്രായമല്ലേ ഇത്. എന്നിട്ട് ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത അവരാണോ ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സച്ചി പറയാണ്, അതല്ലാതെ പിന്നെ എന്താ അവരങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, എന്താ അവരങ്ങനെയൊക്കെ പറയുന്നത്? അവരോട്ട് നോക്കൂല്ല, മറ്റുള്ളവരെ നോക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമില്ലാതെ എനിക്ക് കുഞ്ഞിനെ തരാൻ കഴിയില്ല. അവളുടെ കുഞ്ഞല്ലേ, അവൾ എന്നെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ, എനിക്കങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റില്ലല്ലോ. എൻ്റെ അസുഖകാര്യമെല്ലാം അതെന്തെങ്കിലും ആവട്ടെ, അതുവരെ ഞാൻ അവനെ നോക്കും. അത് കഴിഞ്ഞാൽ അവൻ അവൻ്റെ അമ്മ തന്നെ നോക്കിക്കോളും. രേവതി, നിങ്ങൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങൾ അവനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് അതിന് സമ്മതമല്ല എന്ന് പറയുന്നുണ്ട്. രേവതി പറയാണ്, എന്നാൽ ശരി, അവൻ്റെ അമ്മയ്ക്ക് സമ്മതം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കണം കേട്ടോ എന്നെല്ലാം പറയുന്നുണ്ട്. ശേഷം
മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. ആ സമയത്ത് ആദിമോൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ രേവതി ചേച്ചി, അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ചേച്ചിയുടെ കൂടെ വരുമായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. രേവതി പറയാണ് അതൊന്നും സാരമില്ല മോനെ, നിന്റെ അമ്മയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, നിന്റെ അമ്മയുടെ വല്ല ഫോട്ടോയും ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ആദിമോൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനും എൻ്റെ അമ്മയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എന്ന് പറയാണ്. എന്നെ എടുത്തോണ്ട് വാ രേവതി ചേച്ചി ഒന്ന് കാണട്ടെ എൻ്റെ അമ്മയെ എന്ന് പറയുന്നുണ്ട്. ആദിമോൻ വേഗം പോയി ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ കൊണ്ടുവന്ന് കൊടുക്കുന്നതും മുത്തശ്ശി വരുന്നതും ഒരുമിച്ചാണ്. അയ്യോ ആ ഫോട്ടോ കേടു വന്നതാ, അത് നോക്കണ്ട എന്ന് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല അമ്മേ, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ആദിമോന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങി രേവതി നോക്കുന്നുണ്ട്. രേവതി നോക്കുന്നതും പെട്ടെന്ന് ഫോട്ടോ പിടിച്ച് വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് മുത്തശ്ശി. എന്നാ പെട്ടെന്ന് തന്നെ ഈ രേവതി ആ ഫോട്ടോ കാണുകയാണ്. അയ്യോ ഇത് നമ്മുടെ ശ്രുതിയല്ലേ എന്ന് പറയുന്നുണ്ട് രേവതി. സച്ചി പെട്ടെന്ന് എഴുന്നേറ്റ് ആ ഫോട്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇതെന്താ അമ്മേ, ഇത് ശ്രുതിയല്ലേ, ഇത് ഞങ്ങളുടെ പാർലർ ഏട്ടത്തിയല്ലേ, അവരുടെ ഫോട്ടോ എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ വന്നത്, ഇവന്റെ അമ്മ എന്നിവൻ കാണിച്ചു തരുന്നത് അവരെയാണല്ലോ, ഈ ഫോട്ടോയില് ശ്രുതിയേട്ടത്തിയുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ടല്ലോ ആദിമോൻ എന്നെല്ലാം പറയാണ് സച്ചി. ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അത് ഒരാളെ പോലെ ഒരുപാട് പേരുണ്ടെന്നല്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് ശരിക്കും അവര് തന്നെയാണ് എന്ന് പറയാണ്. ആദിമോനോട് സച്ചി ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ അമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ ഇതെന്റെ അമ്മ തന്നെയാണ്, അമ്മയുടെ പേരെന്താ അമ്മയുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. ആദിമോൻ പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ പേര് കല്യാണി എന്ന് പറയുന്നുണ്ട്. കല്യാണിയോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇത് നമ്മുടെ ശ്രുതിയുടെ ഭാര്യയല്ലേ, നമ്മുടെ പാർലർ ഏട്ടത്തി എന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട് രേവതിയോട് സച്ചി. രേവതി പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സച്ചിയേട്ടാ ഇത് എന്തൊക്കെയാണെന്ന് എന്ന് പറയാണ്. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട് അമ്മ സത്യം പറയണം, ഈ ശ്രുതി അത് തന്നെയാണ് ആദിമോന്റെ അമ്മ എന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് മുത്തശ്ശി. അമ്മ ഞങ്ങളോട് സത്യം പറയണം, അവള് തന്നെയാണോ അമ്മ പറഞ്ഞിട്ടുള്ള ആ കല്യാണി എന്ന് ചോദിക്കുകയാണ്. ശേഷം എന്താണ് പറയേണ്ടത് എന്ന് മനസ്സിലാവാതെ രേവതിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോവുകയാണ് മുത്തശ്ശി. അതെ മോളെ, അത് തന്നെയാണ് ആദിമോന്റെ അമ്മ. ആദ്യത്തെ വിവാഹത്തിൽ ഉണ്ടായ മകനാണ് ആദി. അവൾ ഇതൊന്നും ആരോടും പറയരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഇനി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവളുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. ആദിമോൻ കുഞ്ഞാവുമ്പോൾ തന്നെയാണ് അവൻ്റെ അച്ഛൻ മരിച്ചു പോയത്. ശേഷം അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആദിമോനെ വളർത്തി വലുതാക്കാൻ ശ്രമിച്ചത്. ആ സമയത്താണ് ശ്രുതിയെ കാണുന്നതും അവരുമായി ഇഷ്ടപ്പെടുന്നതും കല്യാണം നടക്കുന്നതുമെല്ലാം. എന്നാൽ കുഞ്ഞുള്ള കാര്യം അറിഞ്ഞാൽ അവനത് സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ആ കാര്യങ്ങളൊന്നും പറയാതെ അവളുടെ കല്യാണം കഴിഞ്ഞത്. ഇതൊന്നും നിങ്ങൾ വീട്ടിൽ പോയി പറയരുത്, അവളുടെ ജീവിതം നിങ്ങൾ ഇല്ലാണ്ടാക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്ത് അങ്ങനെ, അപ്പം അവൾ ഇല്ലാതാക്കിയത് എൻ്റെ ഏട്ടൻ്റെ ജീവിതം അല്ലേ എന്ന് പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ അവർ പറയുന്നത് ആദ്യം കേൾക്കാം, എന്നിട്ടല്ലേ എന്ത് വേണമെന്ന് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക രേവതി, എന്തൊക്കെയാ അവിടെ നടക്കുന്നത്, ബുദ്ധിയോട് എനിക്ക് ദേഷ്യവും അല്ലറച്ചില്ലറ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ ചതിക്കുകയല്ലേ ചെയ്തത്, നമ്മളുടെ അമ്മയെ അച്ഛനെയും എല്ലാവരും ചതിക്കുകയല്ലേ ചെയ്തത് ഇവരുടെ മകള് എന്ന് പറയുന്നുണ്ട്. സച്ചി നീ ബഹളം വെക്കരുത്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അവളുടെ ജീവിതം തകർക്കരുത് മോനെ, ഞാനാണിത് പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ട് നീ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാണ്. രേവതിയും പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും സച്ചേട്ടാ, ആ സച്ചേട്ടനൊന്ന് സമാധാനപ്പെട് എന്ന് പറയുന്നുണ്ട്. ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് അവള് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, അവൾ തന്നെയാണ് പറഞ്ഞത് കുഞ്ഞിനെ നിങ്ങൾക്ക് കൊടുക്കരുതെന്ന്, കാരണം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് അവളുടെ അടുത്തോട്ടല്ലേ, അവളുടെ കുഞ്ഞിനെ നിങ്ങൾ നോക്കുമ്പോൾ അത് അവൾക്ക് സഹിക്കാൻ കഴിയുമോ എന്നെല്ലാം പറയാണ്. സച്ചി പറയുന്നുണ്ട് അവർക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞത്, അവര് അത്ര സ്നേഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകേണ്ടതല്ലേ, എന്നിട്ട് നോക്ക് അവരവിടെ സുഖമായി ജീവിക്കുന്നു. ശ്രുതിയാണെങ്കിൽ അതിലും തിരും മണ്ടൻ, അവൻ കണ്ടുപിടിച്ച പെണ്ണാണെങ്കിൽ അതിലും ഉടായിപ്പ് എന്ന് പറയുന്നുണ്ട് സച്ചി. രേവതി പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കും സച്ചിയേട്ടാ,
അമ്മ വിഷമിക്കേണ്ട. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഞങ്ങൾ ആരോടും പറയുന്നില്ല. പക്ഷേ ഇതെന്നെങ്കിലും എല്ലാവരും അറിയും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി നീ പറയുന്നത്? ഇനിയും അച്ഛനെയും അമ്മയും പറ്റിക്കണമെന്നാണോ? ഞാനതിന് ഒരിക്കലും സമ്മതിക്കില്ല. ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമോന് അവൻ്റെ അമ്മയെ തിരിച്ചു കിട്ടും. അത് തന്നെയല്ലേ വേണ്ടത്. പിന്നെ അവരുടെ ജീവിതം എന്താവെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ആ സുധി അവനൊരു പൊട്ടനായതുകൊണ്ട് അവരെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ നമ്മുടെ അമ്മയായിരിക്കും അവരെ തല്ലി ഇറക്കാൻ പോകുന്നത്. അവർക്ക് അതൊക്കെ അത്യാവശ്യം തന്നെയാണ്. വലിയ പണക്കാരിയാണ്, എന്തൊക്കെയാ തട്ടിവിട്ടത്, അതിനവരെ അനുഭവിച്ചേ പറ്റൂ. ഈ ചതിക്ക് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല രേവതി. നീ ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി. സച്ചി പെട്ടെന്ന് തന്നെ കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് രേവതിയോട് ആദ്യമോൻ്റെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് നീ സച്ചിയോട് പറയണം. അവളുടെ ജീവിതം തകർക്കരുത്. അവളിപ്പോൾ നല്ല രീതിക്ക് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അത്രയും സമാധാനത്തിലാണ് ഞാൻ ഉള്ളത്. എൻ്റെ അസുഖത്തെക്കുറിച്ച് നിനക്കറിയാലോ. അവളുടെ ജീവിതം കൂടി തകർന്നെന്ന് അറിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇനി ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നീ ഒന്ന് സച്ചിയോട് സംസാരിച്ച് ശരിയാക്കണം. ഈ കാര്യങ്ങളൊന്നും എല്ലാവരെയും അറിയിക്കരുത്, പ്രശ്നമാക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി. രേവതി പറയുന്നുണ്ട്, ഞാൻ സച്ചിയോട് പറഞ്ഞു നോക്കാം അമ്മേ, എനിക്ക് അത്രേ പറയാൻ പറ്റൂ. അമ്മയുടെ അവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ സച്ചിയേട്ടനോട് ഇതൊരു പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ സച്ചിയേട്ടൻ അത് സമ്മതിക്കുന്നില്ല. ഞാൻ എങ്ങനെയും പറഞ്ഞോളാം, അമ്മ സമാധാനത്തോടെ ഇരിക്കുന്ന ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വേഗം സച്ചിയുടെ പുറകെ പോകുന്നുണ്ട് രേവതി സച്ചിയോട് പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കുകയാണ് സച്ചിയേട്ടാ നല്ലത് എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ രേവതി പറയുന്നത്? ഒന്നും പറയാതിരിക്കണമെന്നോ? ഇത്രയും വലിയൊരു ചതി നടന്നിട്ട് അതൊന്നും ആരെയും അറിയിക്കാതിരിക്കണം എന്നാണോ നീ പറയുന്നത്? ഇനിയും എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ ചതിക്കണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയല്ല, ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ശ്രുതി എങ്ങാനും ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്ന ആ അമ്മയ്ക്ക് പിന്നെ എന്ത് സമാധാനം ഉള്ളത്? അമ്മയെ ടെൻഷൻ ആക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? അവരുടെ അസുഖത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ എന്നെല്ലാം പറയുന്നുണ്ട് രേവതി. സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി നീ പറയുന്നത്? പിന്നെ ഈ കള്ളക്കഥയ്ക്ക് നമ്മൾ വീണ്ടും കൂട്ടു നിൽക്കണമെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു സമയം വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ സച്ചിയേട്ടാ എന്നെല്ലാം പറഞ്ഞ് സച്ചിയെ സമ്മതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് രേവതി. എന്നാൽ സച്ചിയാണെങ്കിൽ രേവതി പറയുന്നതൊന്നും ചെവിക്കൊള്ളുന്നേ ഇല്ല. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ഈ ബാക്കി ഭാഗം കാണാൻ വീഡിയോ ലൈക്ക് ചെയ്ത് തുടർച്ചയായി കാണാം.